പ്രതിച്ഛായ. ഓക്കെ. റൈറ്റർ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ ദേവ്. അപ്പോൾ സൈലന്റ് ആയിട്ട് വന്ന് കേരളം കത്തിക്കുമോ ഈ സിനിമ? നമുക്ക് കണ്ടറിയാൻ ഓടിച്ചോട് ചോദിച്ചു നോക്കാം. സത്യമായിട്ട് പറയാ, സിനിമ തുടങ്ങി ഒരു മൂഡിലങ്ങ് കയറി, പിന്നെ ആ മൂഡിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. വളരെ മികച്ച സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. കേരളം കത്തിക്കുന്ന പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇല്ല. കേരളം കത്തിക്കാൻ വന്നത് മണ്ണെണ്ണ ഒഴിച്ച് അല്ല വെള്ളം ഒഴിച്ച് നശിപ്പിച്ചതുപോലെ ഫീൽ ചെയ്തത്. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്. എന്താ ഇത്? ഭയങ്കര സംഭവമൊന്നുമല്ല. ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. നമ്മൾ ലയണും മുതൽവനും പിന്നെ രാമലീലയും ഒക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഒരു അത്യാവശ്യം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിവെഞ്ച് സ്റ്റോറി പോലത്തെ ഒരു സാധനം. എന്തൊക്കെയായിരുന്നു താളില്? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എൻ്റെ ഉമ്മമാടെ ബാദിനാറാണ്. അതായത് ജസ്റ്റിൻ വർഗീസ് ഈ സിനിമയിൽ ചെയ്തപ്പോഴേക്ക് പഴകിയ സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാല്, നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ചില സമയത്തൊക്കെ ചെവി വേദന എടുക്കുന്നു, തലവേദന എടുക്കുന്നു. അതായത് ഏറും കളി വയറിളക്കിയ പോലെ സ്കോർ. ഓവർ ഡൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കോർ കൊണ്ട് ഏറും കളി. സൗണ്ട് ഡിസൈനിങ്, മിക്സിങ് ഒക്കെ തന്നെ അവസ്ഥ. അതായത് നല്ല തിയേറ്ററിനെ കണ്ടിട്ടുള്ളത്. എന്നിട്ടും ഇങ്ങനെയാണെങ്കിലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. സങ്കടം വരുന്നുണ്ടോ? ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയാ. സഹായിക്കാനല്ലേ ഞാൻ ഇവിടെ ഇല്ല. ഓക്കെ. ബാലചന്ദ്ര മേനോന്റെ അഭിനയൊക്കെ എൻ്റെ പൊന്നോ, മുഖ്യമന്ത്രിയാണ്, പക്ഷെ വയ്യായികയുണ്ട്. ഇവൻ ഇങ്ങനൊരു തലവഴി കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നോക്കരുത് കേട്ടോ, ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ.